പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 30-ാം തീയതി വ്യാഴാഴ്ച. ഈ ദിനം ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും എല്ലാ നിലയിലും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 146-ാം സങ്കീർത്തനം 5-ാം വാക്യം. സാംസ് 146 വേഴ്സ് 5 നാം ഇപ്രകാരം വായിക്കുന്നു: യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ ഭാഗ്യവാന്മാരുടെ ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട്. ആരാണ് ഭാഗ്യവാൻ? ഓരോ സാഹചര്യത്തിൽ ഓരോ വിധത്തിൽ ദൈവത്തോട്, ദൈവവചനത്തോട്, ദൈവകൃപയോട്, വചനത്തോടൊക്കെ ചേർത്ത് നിർത്തി പറയുന്നുണ്ട്. എന്നാൽ ലോകപ്രകാരം നാം പല മേഖലകളിലാണ് ഭാഗ്യവാന്റെ പദവി നാം അംഗീകരിച്ചിരിക്കുന്നതും പറയുന്നതും, നാം മറ്റുള്ളവരെ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നതും. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, യാക്കോബിന്റെ ദൈവം സഹായമായിട്ടുള്ളവനാണ്. ആ ദൈവത്തിൽ പ്രത്യാശയുള്ളവനാണ് ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിന്റെ സഹായമൊക്കെ സാഹചര്യമനുസരിച്ച് നിന്നു പോകും. അവർ കൈ പിൻവലിക്കും, നമ്മളെ ഇട്ടേച്ചു പോകും. ആർക്കെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പ്രതിഫലമോ സഹായമോ എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതിയാണ് 99% ആളുകളും, അത് കൂട്ടുകാരും കുടുംബക്കാരും പ്രിയപ്പെട്ടവരും ഒക്കെ സഹായിക്കാൻ വരുന്നത്. എന്നാൽ യാക്കോബിന്റെ ദൈവം അങ്ങനെ ഒരു ദൈവം അല്ല. യാക്കോബിന്റെ ദൈവം നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ നടത്തുന്ന ഒരു ദൈവം. ആ ദൈവം സഹായമായിട്ടുള്ളവൻ, ആ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവൻ, പ്രത്യാശ വെക്കുന്നവനാണ് ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് നമ്മളോട് ചോദിക്കാം, നമുക്ക് ആരിലാണ് പ്രത്യാശ? നാം ആരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? അതെ, നമ്മുടെ വിദ്യാഭ്യാസത്തിലോ, നാം അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിലോ, പ്രോപ്പർട്ടിയിലോ അല്ല. നമ്മുടെ ആൺമക്കളിലോ പെൺമക്കളിലോ? നമ്മൾ ഏതിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? അല്ല, ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലെ യൂറോപ്യൻ രാജ്യത്തിന്റെ പൗരത്വമോ? എന്താണ് നമ്മുടെ ആശ്രയം? ദൈവമക്കളെ, നമ്മുടെ ആശ്രയങ്ങളൊക്കെ തകർന്നു പോകും, തരിപ്പണമാകും. എന്നാൽ യാക്കോബിന്റെ ദൈവത്തിൽ ആശ്രയം വെച്ച ആരും ഒരു നാളും ഒരു വിധത്തിലും നിരാശപ്പെടേണ്ടി വരത്തില്ല. ആ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പ്രത്യാശ ആരിലാണ്? വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിൽ പരിപൂർണമായി പ്രത്യാശ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ധന്യമായ ജീവിതമാകട്ടെ, അനുഗ്രഹത്തിന്റെ ജീവിതമാകട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ആ ദൈവത്തിന്റെ കൃപ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് തമ്പുരാൻ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നാം ദൈവനാമത്തിൽ ദൈവത്തിനും മറ്റുള്ളവർക്കും നൽകേണ്ടതും. എന്നാൽ എന്റെ അവസ്ഥ ഏതാണെന്ന് അവരവർ ചിന്തിക്കുക. എവിടെ നിന്ന് യാക്കോബിന്റെ ദൈവം എന്റെ ദൈവമെന്ന് ഭക്തനായ പാട്ടുകാരനോട് ചേർന്ന് പാടുവാൻ, ചേർന്ന് പറയുവാൻ, ഉച്ചസ്ഥലം സാക്ഷിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി നാം തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. നാം അനുഗ്രഹത്തോടെ മുന്നേറുവാൻ സഹായിക്കും. ജീവജലത്തിന്റെ ശ്രോതാക്കളായ ദൈവമക്കളെ, നമ്മുടെ ആശ്രയം ദൈവത്തിൽ തന്നെയായിരിക്കട്ടെ, ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ. നമ്മുടെ പ്രത്യാശ ദൈവമായിരിക്കട്ടെ. അവിടുന്ന് മാത്രമേ നാം കടന്നു പോകുന്ന ഇന്നിന്റെ പ്രശ്നങ്ങളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും വിടുവിക്കുവാനും സഹായിക്കുവാനും കരുതുവാനും കഴിയുകയുള്ളൂ. വേറെ ആർക്കും കഴിയുകയില്ല. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച്
പൂർണ്ണമായി പ്രത്യാശ വെച്ച് ധന്യമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇന്നത്തെ ദിനം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പുതിയ ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ലോകപ്രകാരം പലരിലും പലതിലും ആശ്രയിക്കുന്നവരാ, പലരിലും ഞങ്ങൾ പ്രത്യാശ കണ്ടെത്തുന്നവരാ. എന്നാൽ യാക്കോബിന്റെ ദൈവം സഹായമായിട്ടുള്ള വ്യക്തിയാണ് ഭാഗ്യവാനെന്നും ആ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ആളാണ് ഭാഗ്യപദവിയിൽ എത്തുന്നതെന്നും ഇനി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് സ്വയം ശോധന ചെയ്യുവാൻ, കുറവുകളെ നികത്തുവാൻ, അങ്ങിൽ മാത്രം ആശ്രയിപ്പാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം ഒരുക്കിയതിനായി സ്തോത്രം. വചനം കേട്ടതിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഏവരെയും പരിപാലിക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഏതെല്ലാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ടായും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം പ്രത്യാശിക്കുക. അങ്ങനെയാകുമ്പോൾ ഭാരപ്പെടേണ്ടി വരത്തില്ല, നിരാശപ്പെടേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ഇന്നത്തെ ദിനം അനുഗ്രഹത്തോടെ പൂർത്തീകരിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടികുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.